ജമിയത്തുൽ ഉലമയുടെ വന്യ വയോധികരായ തഖ്വയുള്ള പണ്ഡിതന്മാർ, അവർക്ക് മറ്റ് ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതേ നാണയത്തിൽ അങ്ങനെ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പട്ടിക്കാട് ജാമിയ നൂരിയ ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം ജാമിയ നൂരിയയുടെ കമ്മിറ്റി റമദാൻ മാസത്തിൽ ചേർന്നതായിട്ട് ആർക്കും അറിവില്ല എന്ന് അന്വേഷിച്ചൊക്കെ പറഞ്ഞു. പരിശുദ്ധ റമദാൻ, അത് റമദാൻ 27 തലേദിവസം 26 ഇത്ര തെടുക്കപ്പെട്ട് ജാമിയ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് അസ്ഹർ അലി ഫൈസിയെ പുറത്താക്കിയിട്ട് പ്രശ്നങ്ങൾ അതിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ റമദാൻ മാസത്തിൽ ഫിത്നയുണ്ടാക്കുന്നു എന്നാ മറുപടി. അസ്ഹർ അലി ഫൈസിയെ പുറത്താക്കി, അത് ശരിയായ നടപടിയല്ല. സമസ്ത മുശാവറ അങ്ങാണ് അസ്ഹർ അലി ഫൈസി. അതുകൊണ്ട് അവിടെയുള്ള നിയമനങ്ങളും ഒഴിവാക്കലൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 11 മുശാവറ മെമ്പർമാരെങ്കിലും പട്ടിക്കാട് ജാമിയയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വേണോ? ഇതിവിടെ ആളുകളെ എടുക്കുന്നതിനും ജനറൽ ബോഡിയിൽ എടുക്കുന്നതിനും വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കുന്നതിനും ഉസ്താദുമാരെ നിയമിക്കുന്നതിനും ഉസ്താദുമാരെ ഒഴിവാക്കുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡമുണ്ട്. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമദാനിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്ന ഉണ്ടാക്കുന്നു എന്നും മറുപടി. ആരോട് എന്താ പറയേണ്ടത്? ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഞ്ചോട് മാറോട് ചേർത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ധിക്കാരം കൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പറയാ, പള്ളികളിലുള്ള ഉസ്താദുമാരെയൊക്കെ, മദ്രസയിലുള്ള മുഅല്ലിമീങ്ങളെയൊക്കെ, മാനേജ്മെന്റ് കമ്മിറ്റികളെ ഒക്കെ തന്നെ പിരിച്ചുവിട്ടാലും ധിക്കാരം പ്രവർത്തിച്ചാലും എന്തൊക്കെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചാലും പടച്ച തമ്പുരാന്റെ അപാരമായ തൗഫീഖ് കൊണ്ടുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കെത്തിച്ചു തന്ന ഈ പരിശുദ്ധ ദീന് അതിവിടെ ഉറപ്പിച്ചു നിർത്താൻ അവസാനത്തെ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ഖാദിമും ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിവിടെ നിലനിർത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനാരൊക്കെ എന്തൊക്കെ തടസ്സങ്ങളും മസിൽ പവർ ഉപയോഗിച്ചാലും അവർക്കൊന്നും ഈ പരിശുദ്ധ ദീനിനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഈ ദീനിനെ ഹാമാനും കാറൂനും നമ്രൂദും അബൂജഹലും മറ്റൊരു കാലപ്രവാഹത്തിൽ ഒരുപാട് ഭീകരന്മാർ, ഒരുപാട് അതിഭീകരന്മാരായ ആളുകള്, ഒരുപാട് ഗജപോക്കിരികള്, വീരശൂര പരാക്രമികള്, അവരൊന്നും വിചാരിച്ചിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് 1 ഇഞ്ച് മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത പരിശുദ്ധ ദീന് അത് ഈ കാലഘട്ടത്തിലെ കേവലം കോമാളികളായ ചില ആളുകൾ വിചാരിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ സംഘങ്ങളെയും അതിന്റെ ഖാദിമീങ്ങളെയും നിശബ്ദരാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ മൗഢ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ കാര്യത്തിനും നമ്മളൊരു വിഭാഗീയ പ്രവർത്തനത്തിനുമില്ല. പ്രചരിപ്പിക്കപ്പെടുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോഷകഘടകങ്ങള്. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകള്, ദീനിനെ സ്നേഹിക്കുന്ന ആളുകള്, അതിൻ്റെ ഖാദിമീങ്ങൾ, അവരുടെ ബാധ്യത. സമസ്ത ഹക്കീം ഫൈസിക്കത്തിന് നടപടി എടുത്തപ്പോൾ നമ്മൾ അതിൽ ഉറച്ചു നിന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ സാരഥി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തവ്വറല്ലാഹു അംറഹു ആമീൻ തങ്ങളും MT ഉസ്താദു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മലപ്പുറത്ത് വെച്ച് വിശദീകരണം നടത്തി ഇതിങ്ങനെയൊക്കെ പുറത്താക്കി.